അവസാനം കംസനെ കൃഷ്ണൻ വധിച്ചു. അനുഭവിക്കുക. അപ്പൊ ഇത് നമ്മൾ വളരെ സത്യസന്ധമായി പറയുന്ന കാര്യമാണ്. ഭക്ഷണന്മാരെ കുട്ടികളെ നടത്തുന്നത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഇവിടെ പ്രകൃതി പൂജകൾ പുണ്യാഹം തളിച്ചുകൊണ്ട് രുക്മിണി ദേവി ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്രത്യൂഹയവീയസിം കുന്ദിനം ന പ്രവേക്ഷ്യാമി ഇത്യുക്താ തത്ര വസവരുഷാം ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിവാൻ പുരമാനീയ വിധിവൽ ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിവാൻ പുരമാനീ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം രുക്മിണീ കല്യാണ വൈഭോഗമേ രുക്മിണീ കല്യാണ വൈഭോഗമേ സിക്തമാർഗാമദച്ഛുദ്വ്യാഹൂതപ്രേഷ്ഠഭൂപജം ഗജൈദ്വാസപരാമഷ്ടരംബാ പൂകോപശോഭിത കുരുസഞ്ജയവൈകേവിദദ്ഭേദവന്ദയാ വിധോമുതിരേ തസ്മിൻ സംഭ്രമൽ പരിതാവതം രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തദാ രാജാനോ രാജകന്യാംശ്ച ൂർവൃഷമിസ്മിതാം ദ്വാരകായാമഭൂരാജൻ മഹാമോദപുരോകസം രുക്മിണ്യാരമയോപേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം രുക്മിണ്യാരമയോപേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വാഹനസ്യംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്ധാഹോ നാമ ചതുഃപഞ്ചാശത്തമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
എല്ലാവരും ചേർന്ന് വിപണി സ്വയംവരത്തിൻ്റെ ആ ഒരു ആഘോഷത്തിൽ കൈയടിച്ചുകൊണ്ട് എല്ലാവരും പാടുക. ഈ ഒരു ചെയറവിടെ മാറ്റണം. എല്ലാവരും അവരുടെ നൃത്തത്തിൽ നിങ്ങളും ഒരു ഭാഗമാവണം. എല്ലാവരും നല്ലൊരു കയ്യടി ആദ്യം എല്ലാവരും നല്ല ഉറക്കം കേൾക്കണം. എല്ലാവരും ഉറക്കം പാടുകയാണ്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൈ മുകളിലേക്ക് കൃഷ്ണ ഹരേ. കൈയെല്ലാവരും ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതേശ മംഗളം നേരട്ടെ രണ്ടുപേർക്കും മംഗളമേ വന്നു എന്നിടത്തെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ആ ശബ്ദം കേൾക്കണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ശബ്ദം വരുന്നില്ല. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മന്മഥ മന്മഥൻ മാരുതേശൻ കൺമണിയാകിയ രുക്മിണിയേ മോദം തേടി കഴിച്ചു വാനോ എന്നെ ഞാൻ മംഗളം എന്നിടത്തെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വൈദഗ്ധ്യ രുക്മിണി തമ്പുരാട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ കൈവല്യദാതാവ നന്ദജനേ
പ്രേമത്തോടും നോവിൽ ശബ്ദാകിൽ ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും പാദം തേടിച്ചു കരയുന്നോരേ പാടി തെളിച്ചവൻ പാടിച്ചിടും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഘടം തീർത്ഥം മാരുപ്പിളിക്കേ ദുഃഖവിനാശനൻ കാർവണ്ണന്റെ കണ്ടരായ പരത്തെ നൽകി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ എത്ര ശിശുപാലരുണ്ടായാലും എത്രയോരുത്താലും അത്ര ഭഗവതി കാരുണ്യത്താ ലോകത്തിൽ ജയിക്കുമാരും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 അമ്മ കഴിഞ്ഞെന്നാൽ സജ്ജനങ്ങൾ അഞ്ചസാവീടും അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പല ജീവിതത്തിലെ അനുഭവങ്ങൾ എന്നും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മളെ ഇമോഷണലി വളരെയധികം ഡൗൺ ആക്കി കളയും. കുട്ടികളൊക്കെ അത് മനസ്സിലാക്കി വെക്കണം. നല്ല കൂട്ടുകാരായിട്ട് വളർന്ന് ചിലപ്പം ദൂരെ പഠിക്കാനൊക്കെ പോകുമ്പോൾ ശൂന്യത വരും. ഇതൊക്കെ ഒരു സെമി ഡിപ്രഷനാണ് മനസ്സിന്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നഷ്ടബോധം ഉണ്ടാക്കി. അത് തന്നെ അവർക്ക് കൗൺസിലിംഗ് ചെയ്യാം. അതായത് നിങ്ങൾ കൃഷ്ണനെ ചിന്തിച്ച് പോയ കൃഷ്ണനെ കുറിച്ച് ഓർക്കില്ല. കൃഷ്ണൻ ഉള്ളപ്പോൾ ഇവിടെ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ. കൃഷ്ണൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്, കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പാടും. അതൊക്കെ നിങ്ങൾക്ക് പാടാമല്ലോ. അല്ല കൃഷ്ണൻ പോയി കൃഷ്ണൻ പോയി കൃഷ്ണൻ പോയി കൃഷ്ണൻ മധുരയ്ക്ക് പോയി കൃഷ്ണൻ മധുരയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കാതെ കൃഷ്ണൻ ഇവിടെ ഉള്ളപ്പോൾ പാടിയ പാട്ടുകളും അതൊക്കെ ഒന്ന് പാടും, നാമങ്ങളൊക്കെ ചൊല്ലും. ആ തരത്തിൽ നിങ്ങൾ മനസ്സിനെ പാടാനും ജപിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചാൽ ഈ ശൂന്യത തോന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഇത് നമ്മളുണ്ടല്ലോ വലിയ ഒരു ഉപദേശമായി സ്വീകരിക്കണം. എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെന്താവും അവർ കൂട്ടുകാരാവും, നല്ലോണം ഇഷ്ടപ്പെടും. കുറെ കഴിഞ്ഞാൽ അവർ വേറെ വേറെ സ്കൂളുകളിൽ പോകുമ്പോഴാവും അയ്യോ അവരില്ലല്ലോ അവിടെ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ